കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ബൈബിൾ ഭാവന കേട്ടാലോ? ഭാവനയുടെ പേര് ഉപവാസ പ്രാർത്ഥനയും ഉറക്കവും. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. കോവിഡ് കാലഘട്ടമായതിനാൽ ഇടയോഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞായറാഴ്ച ആരാധനയായാലും നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. അങ്ങനെ വിശ്വാസികളിലേക്ക് ഒരു ആത്മീക ഉറക്കം കടന്നുകൂടിയോ എന്ന സംശയം ദേവദാസന് തോന്നി. അതിന് പരിഹാരമായി അദ്ദേഹം ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. വിശ്വാസികളുടെ അഭിപ്രായം അറിയാൻ പാസ്റ്റർ ചർച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചു. എല്ലാവർക്കും താൽപ്പര്യം. ഒരു ഉണർവ് വരേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് മൂപ്പന്മാരുടെ അഭിപ്രായം. എന്നാൽ 2 ദിവസത്തെ പ്രാർത്ഥനയെങ്കിലും പ്രവാചകന്മാർ വേണമെന്ന് അമ്മച്ചിമാർക്ക് നിർബന്ധം. ന്യൂ ജനറേഷൻ വർഷിപ്പ് ലീഡേഴ്സ് വേണമെന്നാണ് യുവജനങ്ങളുടെ നിർദ്ദേശം. അങ്ങനെ എല്ലാ നിബന്ധനകൾക്കും അവസാനം പാസ്റ്റർ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാലിച്ച് പ്രാർത്ഥന തുടങ്ങി. പാട്ട് പകുതി എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ആൻറ്റിമാർക്ക് കസാര ഒരു പ്രശ്നമായിരുന്നെങ്കിലും സ്ഥിരമായി കസാരയ്ക്ക് അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ചായന്മാർക്ക് അത് ഒരു ആശ്വാസമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ആരാധന വിശ്വാസികളിൽ ആവേശമുണർത്തി. പ്രാർത്ഥനയുടെ ശബ്ദം ചർച്ച് മതിൽ കഴിഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ അയൽക്കാരായ കുറച്ച് അവിശ്വാസികൾ അത് അസ്വസ്ഥത ഉണ്ടാക്കി. ചിലർക്ക് ബഹളം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എന്നായി. അങ്ങനെ എല്ലാവരും ചേർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനായി ചർച്ചിലേക്ക് വന്നു. വേഷം മാറി വന്ന പോലീസുകാരനെ ആരാധിച്ചു കൊണ്ടിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഏറ്റവും പുറകിലുള്ള സീറ്റിൽ ഇരുപ്പുറപ്പിച്ച് എല്ലാവരെയും വീക്ഷിച്ചു. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഇത്ര വലിയ ബഹളത്തിലും സ്വസ്ഥമായി ഉറങ്ങുന്ന അച്ചായന്മാരും കുശലം പറയുന്ന സഹോദരിമാരും ഉണ്ടെന്ന്. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് അയൽക്കാരോട് പറഞ്ഞു, ഈ ബഹളമൊന്നും ഉറക്കത്തിനൊരു തടസ്സമാവില്ല. അതുകൊണ്ട് തന്നെ പരാതിയെടുക്കാനും കഴിയില്ല. നിങ്ങൾ അകത്തേക്കൊന്ന് പോയി നോക്കിയേ. നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ അവർക്കൊപ്പം കൂടിക്കോ. ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ ചർച്ചിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു, സഭാവിശ്വാസികളുടെ ഉണർവിനായി. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽപ്പിൻ. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നമ്മുടെ ഭാവന ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.